നമസ്കാരം, ഞാൻ ഡോക്ടർ പി മജീദ്. ഡോക്ടർ ഹെൽത്ത് ടോക്കിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് 90ഓളം വയസ്സായാലും ശക്തമായ കാലുകൾ വേണമോ? നമ്മളിൽ പലർക്കും പ്രായം കൂടുമ്പോൾ വലിയ പ്രശ്നമാകുന്നത് കാലുകളുടെ ദുർബലതയാണ്, പേശിവലിവാണ്, വീഴ്ച, ബാലൻസ് എന്നിവയുടെ കുറവ് ആണ്. എന്നാൽ ശരിയായ വിറ്റാമിനുകൾ, ധാതുക്കൾ എന്നിവ യഥാസമയം കഴിച്ചാൽ നമുക്ക് ഈ പ്രശ്നങ്ങൾ എളുപ്പത്തിൽ മറികടക്കാവുന്നതാണ്. ഇത് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ കാലുകളുടെ ശക്തി നിലനിർത്താൻ സഹായിക്കുന്ന പ്രധാന വൈറ്റമിനുകൾ, മിനറലുകൾ എന്നിവയെ കുറിച്ചാണ്. വൈറ്റമിൻ ഡി നമ്മുടെ അസ്ഥികളും പേശികളും ശക്തമായിരിക്കാൻ വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വൈറ്റമിനിൽ ഒന്നാണ് വൈറ്റമിൻ ഡി. കാൽസ്യം ആഗിരണം ചെയ്യാനും അസ്ഥികളുടെ ദുർബലത തടയാനും ഇത് നമ്മെ സഹായിക്കുന്നു. വൈറ്റമിൻ ഡി കുറഞ്ഞാൽ പേശിവേദനയും നടക്കാൻ ബുദ്ധിമുട്ടും അനുഭവപ്പെട്ടു. മാത്രമല്ല, കസേരയിൽ നിന്ന് എഴുന്നേൽക്കാൻ പോലും ബുദ്ധിമുട്ടുണ്ടാകും. സൂര്യപ്രകാശം ദിവസവും 10 മണിക്കും 3 മണിക്കും ഇടയ്ക്ക് 15 മുതൽ 20 മിനിറ്റ് വരെ കൈകാലുകളിൽ ഏൽപ്പിക്കാൻ ശ്രമിക്കുന്നതിലൂടെയും കോഡ് ലിവർ ഓയിൽ, ഫാറ്റി ഫിഷ്, ഉദാഹരണത്തിന് സാൽമൺ, മത്തി, അയല, ഫോർട്ടിഫൈഡ് മിൽക്ക് എന്നിവ ഉപയോഗിക്കുന്നതിലൂടെയും ഇത് നമുക്ക് പരിഹരിക്കാവുന്നതാണ്. വൈറ്റമിൻ B12 നാഡീവ്യൂഹത്തിന്റെയും രക്തചംക്രമണ വ്യൂഹത്തിന്റെയും ആരോഗ്യത്തിന് ഇത് അത്യാവശ്യമാണ്. വൈറ്റമിൻ B12 ഇത് കുറഞ്ഞാൽ കാലിൽ മരവിപ്പ്, ബലഹീനത എന്ന് മാത്രമല്ല തലച്ചോറും പേശികളും തമ്മിലുള്ള ബന്ധം പോലും നഷ്ടപ്പെട്ടേക്കാം. മാംസം, മത്സ്യം, കോഴിമുട്ട, പാൽ, ഈസ്റ്റ് പൗഡർ എന്നിവ ഉപയോഗിക്കുന്നതിലൂടെ വൈറ്റമിൻ B12 കുറവ് പരിഹരിക്കാവുന്നതാണ്. വൈറ്റമിൻ സി ശരീരത്തിൽ വേദനയും വീക്കവും കുറയ്ക്കാൻ സഹായിക്കുന്നു. കൂടാതെ സന്ധികൾക്ക് വളരെ ആവശ്യമായ കൊളാജൻ എന്ന പ്രോട്ടീൻ നിർമ്മിക്കാൻ ഇത് സഹായിക്കുന്നു. വൈറ്റമിൻ സി കുറഞ്ഞാൽ സന്ധിവേദന, പേശികൾക്ക് ബലഹീനത എന്നിവ സംഭവിക്കുന്നു. ഓറഞ്ച്, കിവി, സ്ട്രോബെറി, എയറോളോ ചെറി പൗഡർ എന്നിവ ഉപയോഗിക്കുന്നതിലൂടെ ഈ കുറവ് നികത്താവുന്നതാണ്. വൈറ്റമിൻ K2 കാൽസ്യം ശരിയായ സ്ഥലങ്ങളിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്നു. ഇല്ലെങ്കിൽ കാൽസ്യം ആർട്ടറികളിലേക്ക് പോയി പ്രശ്നമുണ്ടാക്കാൻ സാധ്യതയുണ്ട്. അസ്ഥികൾ വളയാൻ തുടങ്ങും. പുളിപ്പിച്ച ചീസ്, നാറ്റോ അതായത് പുളിപ്പിച്ച സോയാബീൻ ഒരു ജാപ്പനീസ് ഭക്ഷണമാണ്. പുല്ല് തിന്നുന്ന പശുവിന്റെ പാലിൽ നിന്നുള്ള നെയ്യ് എന്നിവ ഉപയോഗിക്കുന്നതിലൂടെ K2 വിറ്റാമിന്റെ കുറവ് നമുക്ക് നികത്താവുന്നതേ ഉള്ളൂ. മഗ്നീഷ്യം പേശികൾക്ക് ഊർജ്ജം നൽകുന്ന മിനറലാണ് മഗ്നീഷ്യം. ശരീരത്തിൽ മഗ്നീഷ്യം കുറഞ്ഞാൽ കാലിൽ രാത്രികാല പേശി വലിവ്, ചെറിയ ദൂരം പോലും നടന്നാൽ ക്ഷീണിക്കുക എന്നിവ സംഭവിക്കാം. ചീര, കാബേജ്, മുരിങ്ങയില തുടങ്ങിയ ഇലവർഗ്ഗങ്ങൾ, മത്തങ്ങ, സൂര്യകാന്തി എന്നിവയുടെ വിത്തുകൾ, തവിട്ട് കളയാത്ത കീൻവ, ഓട്സ് ധാന്യങ്ങൾ എന്നിവ ഉപയോഗിക്കുന്നതിലൂടെ മഗ്നീഷ്യം കുറവ് നികത്താവുന്നതാണ്. ഒരു ടേബിൾ സ്പൂൺ മത്തങ്ങ വിത്തിൽ ഏകദേശം 37 മില്ലിഗ്രാം മാഗ്നീഷ്യം അടങ്ങിയിട്ടുണ്ട്. വൈറ്റമിൻ ഇ രക്തചംക്രമണം മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു. വൈറ്റമിൻ ഇ കുറഞ്ഞാൽ കാലുകളിൽ ഓക്സിജൻ സഞ്ചാരം കുറയും. ചില ശരീര ഭാഗങ്ങളിൽ മരവിപ്പും വേദനയും ഉണ്ടാകും. അവക്കാഡോ, ബദാം, സൂര്യകാന്തി വിത്തുകൾ, വീറ്റ് ജാം ഓയിൽ എന്നിവ ഉപയോഗിക്കുന്നതിലൂടെ വൈറ്റമിൻ ഇയുടെ കുറവ് നികത്താൻ സാധിക്കും. ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. നന്ദി.